അമാവാസി പോലെ ഇരുട്ട്. ജോലി തീർത്ത് വേഗം നടക്കുമ്പോൾ രാത്രി ഒരു കാടാകുന്നു. ചുരുണ്ട മുടിയിൽ മുല്ലപ്പൂ ചൂടി കണ്ണെഴുതി പൊട്ടുതൊട്ട് സുഗന്ധദ്രവ്യങ്ങൾ പൂശി അവനെ വീണ്ടും വിളിച്ചു. ഒരു തവണ, ഒരൊറ്റ തവണ, ഇനി ഒരിക്കലും വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചു. കാത്തിരിക്കെ അവൾ കാട്ടുതീയിലെരിഞ്ഞു. അവൻ ഒരിക്കലും തന്നെ കാടായി കണ്ടില്ലെന്ന് നിരാശപ്പെട്ടു. ഒരു തീപ്പെട്ടിയായി മാത്രം ഉപയോഗിക്കപ്പെട്ടതിൽ സങ്കടപ്പെട്ടു. വെറുമൊരു തീപ്പെട്ടി, നിറയെ കൊള്ളികളുള്ളത്. ഒരു ഗ്യാസ് അടുപ്പ് ഒരിക്കൽ കത്തിക്കാൻ ഉപയോഗിക്കാവുന്നത്, ആവശ്യം കഴിഞ്ഞാൽ കുത്തിക്കെടുത്താവുന്നത്. പാവം, അവന് തെറ്റി. കാട് പെട്ടെന്ന് കത്തുകയില്ല, കത്തിയാൽ കെടുകയുമില്ല. കത്തിയത് തെറ്റെങ്കിൽ കൊളുത്തിയത് കൊടിയ തെറ്റ്. പങ്കിട്ട തെറ്റിന് പപ്പാതി പ്രായശ്ചിത്തം. ജോലി തീർക്കാനാകാം അവൻ വന്നു. ശബ്ദമില്ലാതെ പടിക്കെട്ട് കയറി. കുറ്റിയിടാത്ത വാതിൽ മുട്ടി വിളിക്കാതെ തുറന്നു. ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. അവൾ അവനെ ആവേശത്തോടെ സ്വീകരിച്ചു. ഇത് കാടാണ്, അവൾ അവനെ പ്രലോഭിപ്പിച്ചു. നമുക്കിവിടെ കാട്ടുതീ പടർത്താം. അവൻ കീഴടങ്ങിയപ്പോൾ അവളൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു.